കേരളത്തിലെ നിയമസഭ ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വരാൻ എല്ലാവരും കാത്തിരിക്കുകയാണ്. മെയ് 4 നാളെ ആരാണ് കേരളം അടുത്ത 5 വർഷം ഭരിക്കുക എന്ന് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. പ്രവചനങ്ങൾക്കോ പ്രഡിക്ഷനോ അല്ലെങ്കിൽ എക്സിറ്റ് പോളുകൾക്കോ യഥാർത്ഥത്തിൽ ഒരു സ്ഥാനവും ഇലക്ഷനിലില്ല. വോട്ടുകൾ എണ്ണി ആരാണ് വിന്നർ ആരാണ് ലൂസർ എന്ന് തീരുമാനിക്കുക മാത്രമാണ് ജനാധിപത്യത്തിൽ ഉള്ള വഴി. റിസൾട്ടിനെ പറ്റിയുള്ള ചർച്ചകൾ ഇത്രയും അധികം സജീവമാകാൻ കാരണം വോട്ടെടുപ്പ് കഴിഞ്ഞ് ദീർഘ സമയം കഴിഞ്ഞിട്ടാണ് വോട്ടെണ്ണൽ നടക്കുന്നത്. കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ച്, മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ച്, രണ്ട് മുന്നണികളിൽ ഏത് മുന്നണി അധികാരത്തിൽ വന്നാലും കേരളത്തിൻ്റെ മതേതര ഫാബ്രിക്കിന് ഒരു കോട്ടവും തട്ടില്ല. UDF അധികാരത്തിൽ വന്നാലും LDF അധികാരം നിലനിർത്തിയാലും കേരളത്തിലെ സാധാരണ വോട്ടർമാരെ സംബന്ധിച്ച് ആശങ്കപ്പെടാനൊന്നുമില്ല. ഒരു മുന്നണിയെ തുടർച്ചയായി അധികാരത്തിലെത്തിക്കാൻ കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ ആഗ്രഹിക്കുന്നുണ്ടോ? മാറ്റമാണോ ആ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത്? ഈ ഒരു പരിശോധനയാണ് 2026 ഇലക്ഷൻ റിസൾട്ടിൽ തെളിഞ്ഞു കാണുക. മൂന്നാമതും പിണറായി സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ അഭൂതപൂർവമായ ഒരു ചരിത്രം രചിക്കുകയായിരിക്കും. UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ തീർച്ചയായും കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ ഒരു മുന്നണി, ഒരു ഭരണം, ഒരു പാർട്ടി, ഈ സംവിധാനത്തോട് ഇഷ്ടപ്പെടുന്നില്ല. ഇതാണ് റിസൾട്ടിൽ പ്രതിഫലിക്കുക. ഒരു മുന്നണിയെ തന്നെ, ഒരു പാർട്ടിയെ തന്നെ തുടർച്ചയായി അധികാരത്തിലെത്തിക്കണോ? മാറി മാറി വരുന്ന സർക്കാരുകൾ എന്ന നമ്മുടെ പഴയ ശീലത്തിലേക്ക് മടങ്ങുമോ? ഇതാണ് ഈ ഇലക്ഷനിൽ പ്രതിഫലിക്കുക എന്നാണ് എൻ്റെ അഭിപ്രായം. 10 വർഷം ഭരിച്ച ഒരു മുന്നണിയോട്, ഒരു പാർട്ടിയോട്, ഒരു ഭരണത്തോട് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു ആൻറ്റി ഇൻകംബൻസി എന്ന് പറയുന്ന ഭരണവിരുദ്ധ വികാരം, അത് ഭരണത്തോടുള്ള വിയോജിപ്പോ ഭരണം മോശമായതുകൊണ്ടോ ഗവേണൻസിലെ തകരാറ് കൊണ്ടോ ആയിരിക്കണമെന്നില്ല. നിഷ്പക്ഷരായ വോട്ടർമാർ എന്ത് ചിന്തിക്കുന്നു? സ്വാഭാവികമായും 10 വർഷം ഭരണം നടത്തിയ മുന്നണിയോടും പാർട്ടിയോടും താല്പര്യക്കുറവ് ഉണ്ടാകാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ ഒരു 60% UDFനാണ് ഈ ഇലക്ഷനിൽ വിജയസാധ്യത കൽപ്പിക്കപ്പെടുന്നത്. 68 മുതൽ 90 വരെ സീറ്റ് കിട്ടാൻ UDFന് സാധ്യതയുണ്ട്. LDFന് 48 മുതൽ 68 വരെയുള്ള സീറ്റ് കിട്ടാനുള്ള സാധ്യതയാണ് എക്സിറ്റ് പോളുകളുടെ ആകെയുള്ള ഫലം. 60% വിജയസാധ്യത UDFന് കൽപ്പിക്കപ്പെടുമ്പോൾ LDF തൊട്ടു പിന്നിൽ ഒരു 40% വിജയസാധ്യതയോടെ നിൽക്കുകയാണ്. കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ ഒരു സാമ്പിൾ സർവേയാണ്. ആ സാമ്പിൾ സർവേയിൽ നിന്നും എക്സിറ്റ് പോളുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു റിസൾട്ട് ഈ ഇലക്ഷനിൽ ഉണ്ടാകുമോ എന്ന കാര്യം സംശയമാണ്. മൂന്നാം തവണയും LDFന് അധികാരം കിട്ടുകയാണെങ്കിൽ ഇടതു മുന്നണിയെ സംബന്ധിച്ചും CPMനെ സംബന്ധിച്ചും വലിയ നേട്ടമായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. വിജയിക്കുകയും പരാജയപ്പെടുകയും ചെയ്യുന്ന പാർട്ടികളും മുന്നണികളും പല വ്യാഖ്യാനങ്ങളും കണ്ടെത്തും. ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം എന്നൊക്കെ പറയും. സത്യത്തിൽ ന്യൂനപക്ഷ വോട്ടുകൾ കൃത്യമായി ഏകോപിപ്പിക്കപ്പെടുന്നത് 2014 ശേഷം നടന്ന ലോക്സഭ ഇലക്ഷനുകളിലൊക്കെ ഇങ്ങനെ ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം നടന്നിട്ടുണ്ട്. പാർലമെന്റ് ഇലക്ഷനിൽ അത് വളരെ എവിഡൻ്റ് ആണ്, നമുക്ക് കാണാൻ സാധിക്കും. 2019 2024 ന്യൂനപക്ഷ വോട്ടുകൾ ഇങ്ങനെ UDFന് അനുകൂലമായി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. 2019 ഉണ്ടായിരുന്നു. പക്ഷേ 2021 നിയമസഭാ ഇലക്ഷനിൽ ആ ട്രെൻഡ് ഉണ്ടായില്ല. ലോക്സഭാ ഇലക്ഷനെയും നിയമസഭാ ഇലക്ഷനെയും പഞ്ചായത്ത് ഇലക്ഷനെയും ഒക്കെ വ്യത്യസ്തമായ രീതിയിലാണ്
കേരളത്തിലെ ഉത്ബുദ്ധരായ വോട്ടർമാർ കാണുന്നത്. 2024 ലോക്സഭാ ഇലക്ഷനിൽ തൃശ്ശൂരിൽ മാത്രമാണ് ഈ പാറ്റേണിൽ ചെറിയ വ്യത്യാസമുണ്ടായത്. ആ വ്യത്യാസമാണ് സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചത് എന്ന കാര്യത്തിൽ തർക്കമില്ല. പഞ്ചായത്ത് ഇലക്ഷൻ റിസൾട്ടിനെയും എക്സിറ്റ് പോളുകളെയും അട്ടിമറിച്ചുകൊണ്ട് LDF അധികാരത്തിൽ വരികയാണെങ്കിൽ കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വലിയ അത്ഭുതമായിരിക്കും അത് എന്ന കാര്യത്തിൽ തർക്കമില്ല. റിസൾട്ടിനായി നാളെ വരെ നമുക്ക് കാത്തിരിക്കാം. UDF അധികാരത്തിൽ വന്നാലും LDF അധികാരത്തിൽ വന്നാലും കേരളത്തിലെ മതേതര കാഴ്ചപ്പാടുകൾക്ക് ഒരു വ്യത്യാസവും ഉണ്ടാവുകയില്ല എന്നതുകൊണ്ട് തന്നെ LDFനും UDFനും നമുക്ക് വിജയാശംസകൾ നേരാം.